റഹീസ് നേരത്തെ വി എസ് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ച പോലെ ഗ്രൂപ്പിസത്തിന് അതീതമായി പ്രവർത്തിക്കുക എന്നത് ബി.ജെ.പിയിൽ നേതാക്കളെ ഒന്നിച്ചു കൊണ്ടുപോകുക എന്നൊരു വെല്ലുവിളി കൂടി ഈ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു പ്രവർത്തനം എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന് കൊണ്ടുപോകാൻ കഴിയുക എന്നത്, പ്രത്യേകിച്ച് ഇനി തെരഞ്ഞെടുപ്പുകളുടെ കാലമാണ്, വളരെ ചുരുങ്ങിയ കാലമേ അദ്ദേഹത്തിന് മുന്നിലുള്ളൂ എന്നുള്ളത് കൂടിയാണ്. അത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിലുള്ള വെല്ലുവിളിയും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് വരുന്നു. അതിനു മുമ്പ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരും. അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. നിലവിൽ കെ സുരേന്ദ്രൻ പാർട്ടിക്കകത്ത് പലതരത്തിലുള്ള ഗ്രൂപ്പും അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വം നോക്കുമ്പോൾ സംസ്ഥാനത്ത് ബി.ജെ.പിക്ക് ഒരു നല്ല കാലം എന്നത് കെ സുരേന്ദ്രന്റെ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ പറയാൻ സാധിക്കും. തൃശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്ന ഒരു സാഹചര്യം, സംസ്ഥാനത്ത് വോട്ട് ഷെയർ കൂട്ടുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുക്കുമ്പോൾ ഏതാണ്ട് 18ഓളം മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട സെക്കൻഡ് പൊസിഷനിലേക്കും മറ്റും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത്തരം കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ, ഉപതെരഞ്ഞെടുപ്പുകളിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നു. ആ ഒരു സാഹചര്യത്തിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മുമ്പിലുള്ള പ്രധാന വെല്ലുവിളി നിലവിൽ ഉണ്ടായിരുന്ന ഒരു സ്പേസിൽ നിന്ന് കുറച്ചുകൂടി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. അതിൽ അദ്ദേഹം നേരിടാൻ പോകുന്ന വെല്ലുവിളി നിലവിലുള്ള നേതാക്കളുടെ സമീപനമായിരിക്കും. രാജീവ് ചന്ദ്രശേഖരനോട് ചേർന്ന് പോകുന്ന നിലപാടായിരിക്കുമോ ഇപ്പോൾ പല തട്ടിലുള്ള ഗ്രൂപ്പുകൾ എടുക്കുക? അതല്ല, രാജീവ് ചന്ദ്രശേഖരൻ എന്ന ടെക്നോക്രാറ്റിന് ഇവിടെയുള്ള അനുഭവ സമ്പത്ത് ഉള്ള ആളുകളെ കൂടി ചേർത്ത് പിടിച്ച് ഒന്നിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നതാണ് നോക്കേണ്ടി വരിക. നിലവിൽ പല വി മുരളീധരന്റെ ഗ്രൂപ്പുണ്ട്, പി കെ കൃഷ്ണദാസിന്റെ ഗ്രൂപ്പുണ്ട്, ശോഭാ സുരേന്ദ്രൻ നിൽക്കുന്നു, കെ സുരേന്ദ്രൻ വി മുരളീധരനിൽ നിന്ന് വേർപെട്ട് മറ്റൊരു ഗ്രൂപ്പായി നിൽക്കുന്നു. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പുതിയ ടീമിനെ ആരൊക്കെ എടുക്കും എന്നതാണ് പ്രധാനപ്പെട്ട ഘടകം. നേരത്തെ വി എസ് രഞ്ജിത്ത് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടുന്ന് കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം നേതാക്കളോട് സംസാരിക്കുമ്പോൾ ചില സൂചനകൾ, പുതിയ ടീം വരും എന്നൊരു സൂചനകൾ, ഈ നേരത്തെ പറഞ്ഞ പോലെ ജോർജ് കുര്യൻ സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്ന് മാറുമ്പോൾ ക്രിസ്ത്യൻ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ വേണ്ടി മധ്യ കേരളത്തിൽ നിന്ന് ഷോൺ ജോർജിനെ, പി സി ജോർജിന്റെ മകനെ ആ പദവിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അത്തരം ചില മാറ്റങ്ങൾ പുറത്തുനിന്ന് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വന്നതുപോലെ തന്നെ അപ്രതീക്ഷിതമായി ചില IPS ഉദ്യോഗസ്ഥരൊക്കെ പാർട്ടിയുടെ ഭാഗമായിട്ടുണ്ട്. അത്തരമുള്ള ആളുകളെ കൂടി പ്രധാന പദവിയിലേക്ക് കൊണ്ടുവന്നിട്ട് സംഘപരിവാർ വോട്ടിനപ്പുറമുള്ള വോട്ട് ശേഖരിച്ച് ബി.ജെ.പിക്ക് മറ്റൊരു മുഖം കൊടുക്കുക. രാജ്യത്ത് മറ്റ് സ്ഥലത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ബി.ജെ.പി ആയിരിക്കില്ല സംസ്ഥാനത്ത് പ്രവർത്തിക്കുക. അതിന്റെ ഒരു ഗുണം അവർ തൃശൂരിൽ പരീക്ഷിച്ച് വിജയിച്ചതാണ്. ആ രീതിയിൽ കറക്റ്റായി ഹിന്ദുത്വ രാഷ്ട്രീയം പറയുന്ന ആളുകളെ മുന്നിൽ നിർത്താതെ അത് താഴെത്തട്ടിൽ പ്രവർത്തിക്കുകയും പൊതുബോധത്തിൽ നല്ലൊരു ടീം, വർഗീയത പറയാത്ത ഒരു ടീം. എന്തായാലും സംസ്ഥാന ബി.ജെ.പിക്ക് ഇനി പുതിയ മുഖം. രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നടന്ന കോർ കമ്മിറ്റി യോഗത്തിൽ കേന്ദ്ര നേതൃത്വമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പേര് നിർദ്ദേശിച്ചത്. ഔദ്യോഗിക പ്രഖ്യാപനം നാളെയാകും. വിശദാംശങ്ങളാണ് റഹീസ് റഷീദും ഒപ്പം വി എസ് രഞ്ജിത്തും നൽകിയത്.